വി ഡി സതീശൻ മന്ത്രിസഭ നാളെ 100ാം ദിനത്തിലേക്ക് എത്തുകയാണ്. 100 ദിവസം പിന്നിട്ടിരിക്കുന്നു. ഏതായാലും അത് ചെറിയ കാര്യമല്ല. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. മന്ത്രിസഭ പല കാര്യങ്ങളിലും കുറേ അനിശ്ചിതത്വം ഉണ്ടായിരുന്നത് പലതും മാറി. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിനെ പോലും ശരിക്കും പൂർണ്ണമായ തോതിൽ നിയമിക്കാൻ കഴിയാതിരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ തൽക്കാലം പരിഹരിച്ച് വി ഡി സതീശൻ വിഴിഞ്ഞം പദ്ധതി ഉൾപ്പെടെ കാര്യങ്ങളൊക്കെ തന്നെ വിജയകരമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ അവിടെ അപ്പോഴും വരുന്നൊരു പ്രശ്നം, സർക്കാർ വന്നതോടുകൂടി ഇവരെല്ലാം പാർട്ടിയെ മറന്നു എന്നുള്ളതാണ്. അതെ, കെ പി സി സിക്ക് നാഥനില്ല, കെ പി സി സി ഓഫീസിൽ ആരുമില്ല. ഇത് വളരെ വിചിത്രമായ ഒരു കാര്യമാണ്. കാരണം കെ പി സി ഓഫീസിൽ കെ പി സി പ്രസിഡന്റ് മന്ത്രിയാണ്. അദ്ദേഹം നേരത്തെ അവിടെ വന്നിരിക്കാൻ പറ്റും. ഈ വൈദ്യുതി മന്ത്രി കൂടിയാണ്. അദ്ദേഹം ഒരുപാട് തിരക്കുള്ള ഒരുപാട് മീറ്റിംഗ് പങ്കെടുക്കേണ്ട ഒരാളിനെ 100 ദിവസമായിട്ടും ഈ വർക്കിംഗ് പ്രസിഡന്റുമാര് 2 പേര് മന്ത്രിമാർ, വേറെ കുറെ പേര് എം എൽ എ, പി അനിൽകുമാറും വിഷ്ണുനാഥ്, ലിജു ജനറൽ സെക്രട്ടറി ആയിരുന്നു. എല്ലാവരും മന്ത്രിമാരൊക്കെ പ്രധാനപ്പെട്ട ഭാരവാഹികളെല്ലാം മന്ത്രിമാരാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ അവിടെ നേരിങ്ങനെ കെ പി സി ജനറൽ സെക്രട്ടറി അദ്ദേഹമാണെന്ന് ഇപ്പോൾ ഓഫീസിന്റെ ഡെയിലി ഉള്ള കാര്യങ്ങൾ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആണ്. മാത്രമല്ല ആളിലാരും തന്നെ ഇന്ദിരാ പോലെ ഈ പാർട്ടിക്കാർ പോകുന്നതുമില്ല. എല്ലാവരും മന്ത്രി ഇവിടെ സെക്രട്ടറി ഓഫീസിൽ പോകും, അതല്ലെങ്കിൽ മന്ത്രിയുടെ അല്ലെങ്കിൽ എം എൽ എ ഹൗസിൽ പോകും. അങ്ങനെ ഒരു അപ്പോൾ എന്തായിരിക്കും ഈ പുതിയ കെ പി സി പ്രസിഡന്റ് നിയോഗിക്കുക? കാരണം കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഒരിക്കലും ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. ഒരേ സമയം മന്ത്രി കെ പി സി പ്രസിഡന്റുമായി ഒരാൾ തുടരുക 3 മാസം. ഇപ്പോൾ അന്ന് മറ്റു പലരും കെ പി സി പ്രസിഡന്റ് മന്ത്രി അവർ അപ്പം രാജിവെച്ചിട്ടുണ്ട്. എത്ര ലിസ്റ്റ് എടുക്കാം. അല്ലെങ്കിൽ നേരെ തിരിച്ചും മന്ത്രി ആയിരുന്നവർ കെ പി സി പ്രസിഡന്റായി പോയിട്ടുണ്ട്. ഇപ്പോൾ സി പത്മരാജൻ മന്ത്രിയായിരുന്ന ആളാണ്. 82 അദ്ദേഹം മന്ത്രി അദ്ദേഹം രാജിവെച്ചിട്ടാണ് അദ്ദേഹം കെ പി സി പ്രസിഡന്റ് ആക്കിയത്. അതുപോലെ പലരും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ. പക്ഷേ ഈ പാർട്ടിയെ വേണ്ടെന്നാണോ എന്നുള്ള എനിക്കൊരു സംശയം. ഈ ഒരു സംഘടന വേണ്ടേ? ആദ്യം സർക്കാർ ഭരണം മാത്രം പോരല്ലോ, ഒരു സംഘടന മാത്രം. ഇത് CPM പോലുള്ള ഒരു കേഡർ പാർട്ടിയല്ല, ഇതൊരു ആൾക്കൂട്ടമാണ് ശരിക്കും പറഞ്ഞാൽ. അതിനെപ്പോലെ നയിച്ചുകൊണ്ട് അവിടെ ആരുമില്ലെന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പം കേരളത്തിലെ കോൺഗ്രസിലെ തീരുമാനങ്ങൾ എന്നും നിശ്ചയിച്ചിരുന്ന ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡ് തീരുമാനിക്കും, ഇവിടെ നടപ്പാക്കും, അതെന്തായാലും. അപ്പം കേരളത്തിലെ ഏത് നേതാവിനാണോ ഹൈക്കമാൻഡിൽ സ്വാധീനം, അതാണ് കേരളത്തിൽ എന്നും കാലാകാലങ്ങളിൽ നടന്നിട്ടുള്ളത്. കുറേ കാലം കെ കരുണാകരനായിരുന്നു. ഒരു 95 വരെ, ഇന്ദിരാഗാന്ധിയുടെ ആ ഒരു 95 വരെ കരുണാകരനായിരുന്നു ഹൈക്കമാൻഡിൽ സ്വാധീനം. അതൊരു ഹൈക്കമാൻഡ് കരുണാകരൻ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കും. കരുണാകരൻ മാറി എ കെ ആന്റണി മുഖ്യമന്ത്രിയായി. രണ്ടാമത് എ കെ ആന്റണി മുഖ്യമന്ത്രിയായ സമയത്ത് എ കെ ആന്റണിക്ക് പ്രത്യേകിച്ച് ഈ നമ്മുടെ സോണിയാഗാന്ധിയിൽ കുറച്ച് സ്വാധീനം കൊടുക്കുകയും പിന്നെ ആന്റണിയുടെ കാലമായി. ആന്റണി പ്രതിരോധ മന്ത്രി ആയിരുന്നപ്പോഴും അല്ല, ആന്റണിയാണെല്ലാം നിശ്ചയിച്ചത്. ഇപ്പോഴും ആന്റണിക്ക് സേ ഉണ്ട്. പക്ഷെ ആന്റണി വിട്ടു നിൽക്കുകയാണ്. ഒന്നിനും അങ്ങനെ മനസ്സിലാവാത്തത്. അദ്ദേഹം ഒന്നും മിണ്ടുന്നതില്ല. അദ്ദേഹം പറയണ്ടേ, സോണിയാഗാന്ധിയെ വിളിച്ച് പറയണം. പക്ഷേ ഈ സമയത്താണ് കേരളത്തിൽ ഇതുവരെ ഹൈക്കമാൻഡിൽ സ്വാധീനം ചെലുത്താൻ പറ്റാത്ത തലത്തിലേക്ക് വളർന്നൊരു നേതാവുണ്ടാവുന്നത് കെ സി വേണുഗോപാൽ. ഇപ്പൊ കരുണാകരനായാലും ആന്റണിക്കായാലും സമ്മർദ്ദം ചെലുത്തുവാനേ പറ്റുള്ളായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ തീരുമാനം എടുക്കുന്ന ആള് തന്നെ സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി ആയി കെ സി വേണുഗോപാല് വളരെ കൃത്യമായി തന്നെ രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള ഇടപെടലുകൾ വെച്ച് എല്ലാം തീരുമാനിച്ചു വന്നു. പക്ഷേ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ വരുന്നു. യഥാർത്ഥത്തിൽ സത്യം പറഞ്ഞാൽ കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രി ആകേണ്ടിയിരുന്ന വ്യക്തി തന്നെയാണ്. കാര്യം അദ്ദേഹം കേരളത്തിലെ പ്രചരണത്തിൽ വളരെ സജീവമായി ഇടപെട്ടു. ഈ സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന പദവി ഉപയോഗിച്ച് അദ്ദേഹം മാക്സിമം കാര്യങ്ങൾ ചെയ്തു. അതിൻ്റെയൊക്കെ ബലം കൂടിയാണ് 102 സീറ്റിലേക്ക് എത്തുന്നത്. പക്ഷേ പ്രിയങ്ക ഗാന്ധിയുടെ ഒരു പിന്തുണയിലാണ് വി ഡി സതീശൻ വരുന്നത്. അവിടെ ഉണ്ടാകുന്ന മുസ്ലിം ലീഗിന്റെ ഒരു ഇടപെടലും പ്രിയങ്ക ഗാന്ധി ഇങ്ങോട്ട് വരുന്നു. അങ്ങനെ വി ഡി സതീശനെ എല്ലാവരും ജനപിന്തുണയുടെ പേരിൽ കോൺഗ്രസ് ആക്കുന്നു. അപ്പം എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഹൈക്കമാൻഡിലെ സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ആണെങ്കിലും ഈ ഹൈക്കമാൻഡിലെ ഒരു ചെറിയ ഷിഫ്റ്റ് ഇപ്പം വന്നിരിക്കുക. അതായത് അവിടെ ഇപ്പം 3 ഘടകങ്ങളുണ്ട്: രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, പിന്നെ ഖാർഗെ, ACC ജനറൽ സെക്രട്ടറി ഖാർഗെ, അങ്ങനെ പ്രസിഡന്റ് ഖാർഗെ, അങ്ങനെ 3 ഘടകങ്ങളുണ്ട്. ഇവർക്ക് മുകളിൽ സോണിയാഗാന്ധി ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഇതിലൊന്നും ഇടപെടാറില്ല. ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിൽ സോണിയാഗാന്ധിക്ക് താല്പര്യം രമേശ് ചെന്നിത്തല ആയിരുന്നു എന്നും, എന്നാൽ പ്രിയങ്ക ഗാന്ധി കടുംപിടുത്തം പിടിച്ച സ്ഥലത്തേക്ക് സോണിയ വന്നു എന്നും, അതുകൊണ്ടാണ് ആഭ്യന്തര മന്ത്രിസ്ഥാനം രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുത്തതെന്നൊക്കെ പറയുന്നൊരു കഥയുണ്ട്. എന്തായാലും ഈ 3 പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളുണ്ട്: രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, ഖാർഗെ. ഇതിൽ ഖാർഗെ അത്ര വലിയ ഘടകമല്ല, എന്നാലും മറ്റേ 2 പേരും വലിയ ഘടകമാണ്. അതിൽ പ്രിയങ്ക കേരളത്തിൽ മാത്രമാണ് വലിയ രീതിയിൽ ഇടപെടുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ വയനാടിൽ നിന്നുള്ള MP ആണ് എന്നുള്ളതാണ് അവരുടെ ഒരു പോയിന്റ്. അങ്ങനെ വരുമ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ മനസ്സ് വി ഡി സതീശനൊപ്പമാണ്. കെ സി വേണുഗോപാൽ ഒരു ഭാഗത്തേക്കുന്നു. പ്രിയങ്ക ഗാന്ധിയെ അങ്ങനെ ചോദ്യം ചെയ്ത് കെ സി വേണുഗോപാലിനൊന്നും ചെയ്യാനും പറ്റില്ല. അതുകൊണ്ടാണ് ഈ KPC പ്രസിഡന്റ് കേരളത്തിൽ വരാൻ വൈകുന്നതെന്നാണ് വിലയിരുത്തുന്നത്. കേരളത്തിൽ ഇവർ 3 പേർക്ക് അവരുടെ സ്ഥാനാർത്ഥികളുണ്ട്. രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ട്.
ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു മനസ്സിൽ രമേശ് ചെന്നിത്തല ഉദ്ദേശിക്കുന്നത് അദ്ദേഹം വാഴയ്ക്കിന് വേണ്ടിയാണ്, ജോസഫ് വാഴയ്ക്കിന് വേണ്ടിയാണെന്നാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജോസഫ് വാഴയ്ക്കൻ അത് അർഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയല്ല, ഈ ജോസഫ് വാഴയ്ക്കൻ്റെ കേസിൽ ഒരു ന്യായമുണ്ട്. അതായത് MLA എലക്ഷൻ, നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇലക്ഷന് മുമ്പ് എല്ലാവർക്കും MLA മാരാകണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അന്ന് KC വേണുഗോപാൽ തന്നെ ഇവരോട് അനൗദ്യോഗികമായി പറഞ്ഞത്, ഇപ്പോൾ സീറ്റ് വാങ്ങിക്കുന്നവർക്ക് ജയിച്ചാലും തോറ്റാലും, സംവരണം ചെലുത്തിയാണല്ലോ വാങ്ങിക്കുന്നത്, ജയിച്ചാലും തോറ്റാലും ഇനി പദവികൾ ഉണ്ടാകില്ല എന്ന് KC വേണുഗോപാൽ അനൗദ്യോഗികമായി പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ നോക്കേണ്ടത്, ഇപ്പം KPCC പ്രസിഡന്റിന് വേണ്ടി പിടിവലി കൂടുന്ന എല്ലാവരും ഒന്നെങ്കിൽ MLA മാരോ MP മാരോ അല്ലെങ്കിൽ മത്സരിച്ച് തോറ്റവരോ ആണ്. അതെ, ജോസഫ് വാഴയ്ക്കിന് മാത്രമാണ് മത്സരിച്ചിട്ടില്ലാത്തത്. അതേ മാറിക്കൊടുക്കേണ്ടി വന്നാണ്. അപ്പം ഈ അന്ന് KC വേണുഗോപാൽ പറഞ്ഞ മാനദണ്ഡ പ്രകാരമാണെങ്കിൽ ജോസഫ് വാഴയ്ക്കൻ തന്നെയാണ് KPCC പ്രസിഡന്റ്. മാത്രമല്ല ജോസഫ് വാഴയ്ക്കൻ KC വേണുഗോപാലിനേക്കാൾ സീനിയറാണ്. അതെ, അത് രമേശ് ചെന്നിത്തലയുടെ ആ കാലഘട്ടത്തിൽ ഒരുമിച്ച് വന്ന ഒരാളാണ്. ഇവരെല്ലാവരും ഒരുമിച്ച് വന്നവരാണ്. MLA ആയിട്ടും മന്ത്രിയായിട്ടൊന്നും അദ്ദേഹത്തിന് കഴിവില്ലെന്നൊന്നും പറയത്തില്ല. ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനേക്കാൾ മിടുക്കനാണ് പുള്ളി. തീർച്ചയായും. മാത്രമല്ല സംഘടനാശേഷിയുണ്ട്. മാത്രമല്ല നമ്മളൊരു കാര്യം ഓർക്കേണ്ടത്, കണ്ണൂരിൽ മാത്രം ഒതുങ്ങിയിരുന്ന സണ്ണി ജോസഫിന് KPCC പ്രസിഡന്റ് ആവാം, ജോസഫ് വാഴയ്ക്കനാവാം. വാഴയ്ക്കൻ MLA ആയിരുന്നു, നല്ല MLA തന്നെ. അത് ഒരു ടൈം MLA ആയിരുന്നു, മൂവാറ്റുപുഴ MLA ആയിരുന്നു. മാത്രമല്ല വാഴയ്ക്കൻ്റെ വേറെ വലിയ പ്രത്യേകത നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ കോൺഗ്രസ് പിളർന്ന് രണ്ട് വിഭാഗങ്ങളായപ്പോൾ Aയും Iയും ആയിരുന്ന ഒരു കാലഘട്ടത്തിൽ I വിഭാഗത്തിന്റെ KSUവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ രമേശ് ചെന്നിത്തല, ജോസഫ് വാഴയ്ക്കനുമായിരുന്നു. ഇപ്പുറത്ത് VT തോമസ് ഉണ്ട്, അതുപോലെ ശക്തനായ ആളാണെന്ന് അപ്പുറത്ത് ജോസഫ് വാഴയ്ക്കൻ അതിനുള്ള പാരമ്പര്യം അദ്ദേഹത്തിനുണ്ട്. ഇനിയിപ്പം KC വേണുഗോപാൽ പക്ഷേ ആഗ്രഹിക്കുന്നത് ഷാഫി പറമ്പിലിനെയോ മാത്യു കുഴൽനാടനെയോ ആക്കാനാണ്. പക്ഷേ ഈ രണ്ടുപേരെയും VD സതീശൻ എന്ന മുഖ്യമന്ത്രിക്ക് താല്പര്യമില്ല. അല്ല, അത് ഈ വേറെ എന്തെങ്കിലും ജോലിയുള്ളത് ഇപ്പോൾ ജനപ്രതികളായവർ KPCC പ്രസിഡന്റ് ആക്കരുത്. അല്ലെങ്കിൽ പണ്ട് ഒരു രീതിയാണ് കോൺഗ്രസ് രാജ്യസഭ അങ്ങാക്കും അവരെ. അപ്പോൾ പിന്നെ മണ്ഡലത്തിൽ പോകണ്ടല്ലോ. മാത്രമല്ല ഇവരുടെ ഡൽഹി യാത്ര, ഇവർക്ക് അവിടെ ഒരു വീട് കിട്ടും. അപ്പോൾ ഹൈക്കമാൻഡായിട്ടുള്ള ചർച്ച, ഇതിനൊക്കെ ഒരു രാജ്യസഭ അംഗമായി കഴിഞ്ഞാൽ AK ആന്റണി, വയലാർ രവി ഇവരെല്ലാവരും തന്നെ KPCC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ രാജ്യസഭ അംഗങ്ങളായിരുന്നു. അപ്പോൾ അത് ഓക്കെയാണ്, കുഴപ്പമില്ല. പക്ഷേ അതൊന്നും അല്ലാത്ത നമുക്ക് ഒരു മാനുഷിക പരിഗണന വെച്ച് ഷാഫി പറമ്പിലും മാത്യു കുഴൽനാടൻ വന്നാലേ സംഘടനയ്ക്ക് ഒരു യുവത്വം വരും. കൂടുതൽ സമര എന്നാണ്, ഭരണത്തിലിരിക്കുമ്പോൾ പോലും പ്രതിപക്ഷത്തിന്റെ ജോലികൾ ഏറ്റെടുത്ത് അല്ലെങ്കിൽ ഒരു തിരുത്തൽ ശക്തിയായി മാറാൻ പറ്റും. അത് പാർട്ടിക്ക് വലിയ ഉണർവേകുന്നൊരു കാര്യമാണ്. അല്ലെങ്കിൽ സംഘടന കൂടുതൽ ചലിക്കും. അതിനുവേണ്ടിയാണ് KC വേണുഗോപാൽ നിലകൊള്ളുന്നത്. പക്ഷേ ഈ രണ്ട് നേതാക്കളെയും മുഖ്യമന്ത്രി എന്ന നിലയിൽ VD സതീശൻ അംഗീകരിക്കുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ, മുഖ്യമന്ത്രി എന്ന് പറയുന്ന പദത്തിന് മുകളിലേക്ക് ഒരു വളഞ്ഞു പോകുന്ന ഒരു ഭയം VD സതീശനുണ്ട്. അതുകൊണ്ടാണ് VD സതീശൻ, അപ്പം VD സതീശന് പ്രിയങ്കയുടെ പിന്തുണയും കൂടെ ഉള്ളതുകൊണ്ട് VD സതീശൻ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഈ സർക്കാരും KPCCയും തമ്മിലുള്ള ഏകോപനം സാധ്യമാക്കുന്ന ഒരു നേതാവ്, അതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അല്ല, അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ മന്ത്രിമാരായ ബിന്ദു കൃഷ്ണയുടെയും M ലിജുവിന്റെയും പ്രൈവറ്റ് സെക്രട്ടറി നിയമനം പോലും മാസങ്ങളോളം നീണ്ടു. കഴിഞ്ഞ ആഴ്ച മറ്റൊക്കെ ആയത്. അപ്പോൾ ഇതൊരു ശക്തനായ KPCC പ്രസിഡന്റ് ഉണ്ടെങ്കിൽ അത് പാർട്ടി ആവശ്യപ്പെടില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഷാഫി പറമ്പിലും മാത്യു കുഴൽനാടനും പോലൊരു KPCC പ്രസിഡന്റായ അത് സംഭവിക്കും. അവര് അപ്പം തന്നെ ഇടപെടും. ഇപ്പം തന്നെ ഇതിൽ ഉപരി നമ്മൾ തന്നെ നേരത്തെ റിപ്പോർട്ട് ചെയ്യാണ്, പോലീസ് ഉപദേഷ്ടാവായ ഹേമേന്ദ്രനാണ് ഇതുവരെ ഉത്തരവ് കൊടുത്തിട്ടില്ല. പോലീസുകാർ കംപ്ലീറ്റ്, കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നമാണ്. ഇനിയുള്ള മീറ്റിങ്ങിൽ അദ്ദേഹം പങ്കെടുക്കുക എന്നുള്ളത് വേറെ കാര്യം. പങ്കെടുത്താൽ അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് മാറും. കാര്യം ഒരു ഉത്തരവില്ലാത്ത പോലീസിന്റെ രഹസ്യ യോഗങ്ങളിൽ ഒരാളൊന്ന് പങ്കെടുക്കുകയാണ്. അല്ല, അത് നിയമപരമായി ശരിയുള്ള കാര്യമല്ല. ഞാൻ നല്ലൊരു ശക്തനായ KPCC പ്രസിഡന്റ് ഇതൊന്നും നടക്കില്ല. ഇത് തിരുത്തും. ഈവൻ VM സുധീരനെ പോലൊരു KPCC പ്രസിഡന്റ് ഇതൊന്നും നടക്കത്തില്ല, ഒരിക്കലും ഇല്ല. VM സുധീരനാണെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തിന്റെ കടപ്പിടുത്തങ്ങൾ ചില നേരങ്ങളിൽ പാർട്ടി വെട്ടിലാക്കിയിട്ടുണ്ടെങ്കിലും അങ്ങനെ വേണം. KPCC പ്രസിഡന്റായി അങ്ങനെ ആയിരിക്കണം. പിന്നെ എപ്പോഴും നമ്മൾ KPCC പ്രസിഡന്റും ഭരണം, കോൺഗ്രസിന് ഭരണം ഉണ്ടായിരുന്നപ്പോൾ KPCC പ്രസിഡന്റായിട്ട് ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും നല്ല കോമ്പിനേഷനായി പറയുന്ന ഈ അടുത്ത കാലത്ത് AK ആന്റണിയും K മുരളീധരനും ഏറ്റവും നല്ല കോമ്പിനേഷൻ. ഏറ്റവും നല്ല കോമ്പിനേഷൻ. സത്യം പറഞ്ഞാൽ ഇപ്പോഴും അതേ ഒരു കോമ്പിനേഷനാണ് ഉണ്ടായി വരേണ്ടത്. അല്ല, അതിൻ്റെയൊക്കെ ഒരു ഗുണഫലമാണ് ഇന്ന് കാണുന്ന ഇന്ദിരാഭവന വലിയ കെട്ടിടം. സാധാരണ ഒരു കെട്ടിടമായിരുന്നു ഒന്നിന്. KPCC പ്രസിഡന്റ് അന്ന് സമയത്ത് അതേ പദയാത്ര നടത്തി അദ്ദേഹം ഇത്രയും വലിയൊരു ബിൽഡിംഗ് വെച്ചു അദ്ദേഹം. അതേപോലെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, പണ്ട് ഹൈക്കമാൻഡിന് ഒരു ചോയ്സേ കാണത്തുള്ളൂ. ഇപ്പൊ ഹൈക്കമാൻഡിന് 3 ചോയ്സ്. ഒന്നെന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും, VD സതീശനും പ്രിയങ്ക ഗാന്ധി, 3 ഗാർഗെ നിൽക്കുന്നത് കൊടിക്കുന്നിൽ സുരേഷിന്. കാര്യം ദളിത് മുഖത്തിനെ ആക്കണം, നമുക്ക് അത്ഭുതം സൃഷ്ടിക്കണമെന്ന് പറഞ്ഞിട്ട് ഗാർഗെ AICC പ്രസിഡന്റ് ആവുന്ന ദളിത് മുഖമാണ്. അതേ ഫോർമുല KPCCയിൽ വരണമെന്ന് പറഞ്ഞിട്ട് കൊടിക്കുന്നിലാണ്. അപ്പോൾ കൊടിക്കുന്നിലിനോടും ഒരു VD സതീശനൊരു താല്പര്യമുണ്ട്. കാര്യം KC വേണുഗോപാലായിട്ട് അത്ര അടുപ്പം ഇല്ലാത്ത ഒരു വ്യക്തി എന്ന നിലയിൽ. അപ്പം KPCC പ്രസിഡന്റ് ആകാൻ വേണ്ടി കൊടിക്കുന്നിലിനെയും
കൊടിക്കുന്നിൽ KCയെ കണ്ടിരുന്നതായിട്ട് ഒരു അഭ്യൂഹങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ KC അതിനോട് വളരെ പോസിറ്റീവായിട്ടല്ല പ്രതികരിച്ചത്. കേരളത്തിൽ റവന്യൂ മന്ത്രിയെ ദളിത് മുഖമുള്ള AP അനിൽകുമാർ റവന്യൂ മന്ത്രിയെ അത്രയും പദവി കൊടുത്ത് നമ്മൾ ആദരിച്ചു കഴിഞ്ഞു എന്നുള്ള അഭിപ്രായം ഉണ്ട്. അത് ആദ്യം ചർച്ചയാക്കാൻ കൊടിക്കുന്നിനോട് KC ആവശ്യപ്പെട്ടായിട്ട് ദളിത് വിഭാഗങ്ങൾക്കിടയിലേക്ക് കോൺഗ്രസിൻ്റെ ആ ഒരു അവരെ അംഗീകരിച്ച ചർച്ചയാക്കാനൊക്കെ ആവശ്യപ്പെട്ടതായിട്ടൊക്കെ പറയുന്നു. എന്തായാലും അങ്ങനെ ഒരു മൂന്നെടുത്തായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് തന്നെ. അതെ അതെ. അപ്പോൾ ഇതിന് അടിയന്തരമായിട്ടെങ്കിലും പരിഹരിക്കണം. ഇത് ഓണം കഴിയും, ഇനി അടുത്ത് വിഷു വരും, ക്രിസ്മസ് വരും, പെരുന്നാൾ വരും. പിന്നെ KC ജോസഫിനും KC ജോസഫിനും സണ്ണി ജോസഫിനും ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ KPC പ്രസിഡന്റ് ആകാനാണ് താല്പര്യം എന്നാണ് പറയുന്നത്. കാര്യം വൈദ്യുത വകുപ്പ് എന്ന് പറഞ്ഞാൽ ആപ്പടെ കുഴഞ്ഞു പറഞ്ഞ് കിടക്കുന്ന വകുപ്പിനേക്കാൾ KPC പ്രസിഡന്റായിട്ട് ഞാൻ തുറന്നോളാം എന്നൊരു അഭിപ്രായം സണ്ണി ജോസഫിനുള്ളതായിട്ട് പറയുന്നുണ്ട്. അതാണ് ഏറ്റവും നല്ലത്. അങ്ങനെയാണെങ്കിൽ അത് നോക്കട്ടെ. കാരണം ഇത് കേരളത്തിലെ KPC പ്രസിഡന്റ് ആവുമെന്ന് പറഞ്ഞാൽ വലിയ ഉത്തരവാദിത്തമുള്ള ജോലിയല്ല. ആളുകൾ ഭരണത്തിലിരിക്കുന്ന അത് ആലോചിച്ച് മന്ത്രിയായ പിണറായി വിജയനാണ് രാജിവെച്ചിട്ട് CPM സംസ്ഥാന സെക്രട്ടറി രണ്ട് സ്ഥാനം ഒരുമിച്ച് കൊണ്ടില്ല. ചടയൻ ഗോവിന്ദ അന്തരിച്ചപ്പോൾ വരുന്നു, പിന്നീട് പുള്ളി മാറുന്നു. അല്ല, അപ്പോൾ ഈ പ്രസ്ഥാനം നന്നാവണ്ടേ? ആ പ്രസ്ഥാനം ഇപ്പോൾ ആരും പാർട്ടി ആർക്കും വേണ്ട, ഭരണം മതി എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അടുത്ത ഇലക്ഷൻ വരും. മാത്രമല്ല, ഈ ഒരു രാജ്യം വരെ തിരഞ്ഞെടുപ്പാകാനും വന്ന് നേരത്തെ ഇലക്ഷൻ നടത്തേണ്ടെന്നാൽ ആ കാര്യം ഇപ്പോഴും ചിന്തിക്കണം. കൃത്യമായ പാർട്ടി ചട്ടക്കൂടില്ലെങ്കിൽ കാര്യം അത്ര എളുപ്പമായില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ എന്തായാലും അടിയന്തരമായി KPC പ്രസിഡന്റിനെ നിയോഗിച്ചില്ലെങ്കിൽ ഈ സണ്ണി ജോസഫിന്റെ ഡബിൾ റോള് അദ്ദേഹത്തിന് എത്ര നാൾ വിജയകരമായി കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളത് ആർക്കറിയാം. അതെ.